ഹലോ, കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐനൂസിൻ്റെ ബർത്ത്ഡേയും നമ്മൾ കോതമംഗലത്ത് പോകുന്നതും ഐനൂസിന് നമ്മൾ കൊടുത്ത ഗിഫ്റ്റും ഐനൂസിന് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഐനൂസിൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ചു. ആദ്യത്തെ നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് നമ്മുടെ ട്രിപ്പ് മൂന്നാറിലേക്കായിരുന്നെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. വിഷു ബേബിക്കാണെങ്കിൽ 5-ാം വയസ്സിൽ ഈ കുത്തിവെപ്പ് നമ്മളെടുത്തത് നമ്മൾ കോതമംഗലത്ത് പോകുന്നതിൻ്റെ തലേന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷു ബേബിക്ക് അതിൻ്റെ വയ്യാഴികയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആമിയാണെങ്കിലും ഐനൂനാണെങ്കിലും ഈ ഒരു കാലാവസ്ഥയുടെയും തണുപ്പിൻ്റെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രിപ്പ് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ദൈവം സഹായിച്ചാൽ നമ്മൾ ഒരു 2 ഡേയ്സിൽ മൂന്നാർ പോകുന്ന രീതിയിൽ നമ്മളൊരു ട്രിപ്പ് എന്തായാലും പ്ലാൻ ചെയ്യും കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരതൊക്കെ ഇത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്, നമ്മളൊന്നും കേൾക്കാൻ നടക്കുവാണ്. ചെല്ലുമ്പോൾ തന്നെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ പേര് കാണും. നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്ത്, അതുകൂടാതെ തന്നെ അവർ നമുക്ക് ഫോണിൽ ഫോട്ടോ എടുത്ത് തന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഐനൂസ് വൊമിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിന് പെട്ടെന്ന് പിടിച്ച് കാണത്തില്ല, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വണ്ടിയിലിരുന്ന് ആരോ പറയുന്നത് കേട്ടു അത് സ്വിറ്റ്സർലാൻഡ് കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് നേരെ പോകുമ്പോൾ ദാണ്ട് ഇതുപോലൊരു സ്ഥലമാണ്, കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനൊരു യാത്രയൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്ന് ഡെഫിനറ്റായിട്ടൊന്ന് പോകണം, നല്ല രസമായിട്ടോ അവിടെ കാണാനൊക്കെ. അങ്ങനെ നമ്മൾ നേരെ തൂക്കുപാലത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് കയറുന്നതിന് മുമ്പ് കുറേ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊക്കെ വായിച്ചൊക്കെ നോക്കിയായിരുന്നു. ആ കാണുന്ന തൂക്കുപാലത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് പോകണമെന്ന് ഓവർ കോൺഫിഡൻറ്റോടെ കയറിപ്പോയി ഞാൻ. ഏതാണ്ട് നടുക്കെത്തിയപ്പോഴത്തേക്കിനും എനിക്ക് നല്ല ടെൻഷനായി കേട്ടോ. ദൈവത്തെ വിളിച്ചുകൊണ്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം. അശ്വിനിയും അതുപോലെ തന്നെ ഹരിയുടെ അമ്മയൊക്കെ കയറിയിട്ടില്ല, കാരണം അവർക്ക് ഒരു പേടിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഐനൂസ് ഭയങ്കര ബഹളം ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കയറിയില്ല. ഞങ്ങൾ പിന്നെ എങ്ങനെയോ ദൈവത്തെ വിളിച്ച് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നെന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് നമ്മൾ ഇച്ചിരി ചോളമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ശരവണ ഹോട്ടലിലെങ്ങാണ്ട് ആണ് ഫുഡ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, തലേന്നായിരുന്നെങ്കിലും നമ്മൾ പിറ്റേന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു ആദ്യം. പിന്നെ നമ്മൾ ആ പ്ലാനിങ് ഒക്കെ മാറ്റി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ ശരവണ ഹോട്ടലിൽ പോകാമെന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും അവിടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞേ. இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் உன்னை காலம் கை கூடினா இதுதான் காதல் என்பதா இளமை பொங்கிவிட்டதா இதயம் சிந்திவிட்டதா சொல் மனமே கதை போமா கதை போமா கதை போமா ஒன்றாக நீ நானும் ஒரு வாசமில்லா கிளையின் மேல் நறுவாசமுள்ள അവിടെ നമ്മൾ നേരെ വന്ന് കള്ള് ഷാപ്പിലൊക്കെ വന്ന് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. തലക്കറിയൊക്കെ കൂട്ടി നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വരുന്നത് ഭൂതത്താൻകെട്ടിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തതും കളിച്ചതും ചിരിച്ചതും ഒക്കെ ഈ ഒരു പാർക്കിലൊക്കെ വന്നതിന് ശേഷമാണ്. அதை கேட்கத்தான் ஆசை புல்விரியும் ஓசை அதை கேட்கத்தான் ஆசை நான் பொழைச்சே போயிருந்தாலும் உன் நினைவிருந்தாலே போதும் நிமிர்ந்திடுவேது நானும் காற்றே வாசலங்கள் மெதுவாக கதவு திறந்தால் காற்றே உன் பேரை கேட்டேன் காதல் என்றால் ஏன் என்னை பிரிந்தாய் காதல எரிந்தாய் மழவே ஏன் என்னை பிரிந்தாய் உயிரே கண்ணீரில் உறைந்தாய் போட்டு வைத்த காதல் திட்டம் ஓகே கண்மணி ஓஹோ காதலா
உன் பேரில் என் பேரை சேர்த்து விரலோடு உயிர் கூட கோர்த்து ஊர் முன்னே ஒன்றாக நாமும் நடந்தால் என்ன? சிரிக்காதே சிரிக்காதே சிரிப்பாலே மயக்காதே அடிக்காதே அடிக்காதே அழகாலே அடிக்காதே கில்லாடி சின்ன கண்ணு ஜிகிடி கில்லாடி உள்ள வர்ற ஜிகிடி கில்லாடி என்ன பண்ண ஜிகிடி கில்லாடி உள்ளு விடும் ஜிகிடி கில்லாடி சின்ன கண்ணு ஜிகிடி கில்லாடி உள்ள வர்ற ஜிகிடி கில்லாடி என்ன பண்ண ஜிகிடி கில்லாடி மேக்னட் விழியால் மனதை திருடி விட்டார். மெல்ல விடை கொடு மனமே, இந்த நினைவுகள் கனமே. தாய் மண்ணே செல்கின்றோம் தூரம் தூரம். Hey, I like you, உன் ரேசர் பாயும் கந்தை ரோம் சீசர் போன்று தோலை நெஞ்சை உரசும் நெஞ்சை. ஹே பாப்பா நீ கொஞ்சம் நில்லு, எதுக்கு உனக்கு இத்தனை லொல்லு? ஏன் நெஞ்சில குத்தாத முள்ளு, காயப்பழமா சொல்லு சொல்லு. விழியில் உன் விழியில் வந்து விழுந்தேன் அந்த நொடியில், என் எதிர்காலம் நீதான் என்று உயிர் சொன்னதே. எல்லா புகழும் ஒருவனுக்கே, நீ நதி போல ஓடிக்கொண்டிரு. ஏப்ரல் மாதத்தில் ஓரத்த ஜாமத்தில் என் ஜன்னல் ஓரத்தில் நீரா நீரா. உயிரொன்று இல்லாமல் உடல் இங்கு நிலையாது. உயிர் என்ன பொருள் என்று அலை பாய்ந்து தெரியாது. என்ன சொல்ல போகிறாய், என்ன சொல்ல போகிறாய்? நியாயமா நியாயமா? சக்கரை நிலவே பெண் நிலவே காணும் போதே கரைந்தாயே. நிம்மதி இல்லை ஏன் இல்லை நீ இல்லையே. நீ இல்லை என்றால் வாழ்க்கையில் இல்லை வாழவில்லை. கண்ணோடி திறக்கும் போது கடவுள் எதிரே வந்தது போல, அடராயன் கண் முன்னாடி அவளே வந்து நின்றாள். என்னை பார்த்த பின்பு நானாக இல்லையே. அச்சச்சோ புன்னகை ஆள் தின்னும் புன்னகை, கைக்குட்டையில் நான் பிடித்து கையோடு மறைத்துக் கொண்டேன். மழை வரப்போகுதே.